And the fight in this election was about the constitution. ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ കുറിച്ചുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നടന്നത്. And it was on one side millions of Indian people saying that we want our tradition, we believe in our language, we believe in our culture, we believe in our history, and we will define our future. ഒരു ഭാഗത്ത് ഈ പോരാട്ടത്തിൽ ഒരു ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ വേണം, ഞങ്ങളുടെ സംസ്കാരം വേണം, ഞങ്ങളുടെ ഭാവി എന്തെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ അതിനെ നിർവചിക്കും എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് നിന്ന് പോരാട്ടം നടത്തിയത്. And on the other side, the Prime Minister and Mr. Amit Shah, who said no, if we want the people of Kerala to speak Hindi, then the people of Kerala will speak Hindi. If we want the Tamils to not to speak Tamil, then the people of Tamil Nadu will not speak Tamil. നിങ്ങൾക്കറിയാമോ, മറുവശത്ത് ഈ പോരാട്ടത്തിന്റെ മറുവശത്ത് ആരാണ് ഉണ്ടായിരുന്നത്? പ്രധാനമന്ത്രിയും അമിത്ഷായും. അവരെന്താണ് പറഞ്ഞത്? കേരളത്തിലെ ജനങ്ങൾ ഹിന്ദി സംസാരിക്കണമെന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ ഹിന്ദി സംസാരിക്കും. തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴ് സംസാരിക്കേണ്ട എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ തമിഴ് സംസാരിക്കില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയും അമിത്ഷായുമാണ് ഈ പോരാട്ടത്തിന്റെ മറുഭാഗത്തുണ്ടായിരുന്നത്. If we want Onam to be celebrated, then only Onam will be celebrated. ഞങ്ങൾ ഇവിടെ ഓണം ആഘോഷിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമാണ് മലയാളി ഓണം ആഘോഷിക്കാൻ പോവുക എന്നാണ് പ്രധാനമന്ത്രി അമിത്ഷാ. We will decide whether Kathakali is danced in Kerala or some other dance. കേരളത്തിൽ കഥകളി എന്ന നൃത്തരൂപം വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതോ മറ്റേതെങ്കിലും രൂപം വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് അവർ ചിന്തിച്ചതും പറഞ്ഞതും.